അലുമിനിയം ഒറാലിയം മാത്രം. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. അപസ്മാരവും ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി അറിയാനുമായി ഇന്ന് മൈ ഡോക്ടറിൽ അതിഥിയായിട്ടുള്ളത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ സിബി ഗോപിനാഥാണ്. ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക്. നമസ്കാരം. ഒരു കോമൺ പ്രശ്നമാണ് അപസ്മാരം എന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഒരാളിൽ അപസ്മാരം ഉണ്ടാവുന്നത്? ഒരു കാരണത്തിലേക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകാം. ഒന്ന് ജനിതകമായിട്ടുള്ള കാരണം, മറ്റേത് തലച്ചോറിൽ എന്ത് കാരണം കൊണ്ട് ക്ഷതം ഉണ്ടായാലും ആ ക്ഷതത്തിൽ അപസ്മാരത്തിന് സാധ്യതയുണ്ട്. മുഴകൾ, തലച്ചോറിനെ ബാധിക്കുന്ന ജ്വരം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അപസ്മാരം ഉണ്ടാകും. ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി തലച്ചോറിന് ഒരു ആഴത്തിലുള്ള മുറിവ് പറ്റിയാലോ ക്ഷതമേറ്റാലോ ഒക്കെ അപസ്മാരോ മറ്റു സാധ്യത ഏറെയാണ്. എന്താണ് അപസ്മാരം എന്ന് ഡിഫൈൻ ചെയ്യാമോ? മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി. അപ്പോൾ സാധാരണയായിട്ട് മസ്തിഷ്ക കോശങ്ങൾ സദാ വിദ്യുത് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ജീവനോടിരിക്കുമ്പോഴെല്ലാം ഈ വിദ്യുത് തരംഗങ്ങൾ നോർമലായിട്ട് തലച്ചോറിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ തരംഗങ്ങളിൽ പെട്ടെന്നൊരു വ്യതിയാനം, അതാണ് ഈ അപസ്മാരത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ നമ്മൾ പല മിഥ്യാധാരണകളിലാണ്. ഈ പലരും ഇപ്പോഴും ചിന്തിക്കുന്നത്, പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്, പലരും ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനോരോഗമായിട്ടോ അല്ലെങ്കിൽ ഭൂതപിശാചുകളുടെയൊക്കെ ഒരു ആവേശമായിട്ടോ, അങ്ങനെ വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. അതിൽ തീർച്ചയായിട്ടും ഒരു അടിസ്ഥാനമില്ല. വളരെ ഫിസിയോളജിക്കലായിട്ട് പറഞ്ഞാൽ ആ തലച്ചോറിലെ കോശങ്ങൾ എപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന ആ വേവ്സിന് ഒരു മാറ്റം, അത്രമാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറമേയുള്ള മാനിഫെസ്റ്റേഷനാണ് എന്താണോ ആ അപസ്മാര രോഗിക്ക് ആ നിമിഷം സംഭവിക്കുന്നത് അത്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകനുണ്ട്. ഹലോ, ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണ്, ജിമിൽ. ചോദിച്ചോളൂ. ഹലോ, ചോദിക്കോ. ഡോക്ടറോട് ചോദിച്ചോളൂ, കേൾക്കാം. ഓക്കെ ഡോക്ടർ, ന്യൂറോളജി. ഞാൻ ഫിക്സ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഫിക്സ് വന്നതാണ്. ഫിക്സ് വന്നു കഴിഞ്ഞപ്പോ അത് 3 വർഷത്തെ മരുന്നായിരുന്നു, കോഴ്സായിരുന്നു നിർദ്ദേശിച്ചത്. 3 വർഷം അത് കഴിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ നാള് ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി എല്ലാം പഠിച്ച അവിടെ, അപ്പൊ കുറച്ചും നഷ്ടപ്പെട്ടായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു കാര്യം നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ഈ സർജറിയിലൂടെ റിമൂവ് ചെയ്യാൻ സാധ്യത, കാരണം ഇപ്പൊ ഹെവി മെഡിസിൻസ് എടുക്കുന്ന കാരണം ഭയങ്കര നമുക്കൊരു എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുന്നതിനോ ഒരു വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യുന്നതിനോ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ കണ്ണിനിപ്പോ മരുന്നുകൾ കഴിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. ആ ഫ്രീഷ്യൻ ടേൺ തന്നെ രണ്ട് പിന്നെ ഒലക്ടലോഡി 300 2 രാത്രി, ലെവിറ്ററാക്സൻ ടാബ്ലറ്റ് 500 രാത്രി 1, പിന്നെ നെയർവപ്പ് മോർണിംഗ് 1. ഇതെല്ലാം കഴിച്ചിട്ടും അസുഖം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഒരു 5 മാസം 6 മാസം ഗ്യാപ്പ് വരുന്നു. ഓക്കെ, അപ്പോൾ കണ്ണന്റെ ചോദ്യം എന്താണ്? ശസ്ത്രക്രിയയിലൂടെ ഇത് പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ? ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ? നല്ല ചോദ്യമാണ് കണ്ണൻ. അപ്പോൾ ഈ നമ്മൾ പറയുന്നത് മരുന്നിന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഗ്രൂപ്പ് അപസ്മാര രോഗികളിൽ എല്ലാവർക്കും ശസ്ത്രക്രിയ ആവശ്യമായി വരാറില്ല. ഒരു 60-70% വരെ ഔഷധങ്ങളിൽ കൊണ്ട് നിയന്ത്രണം കിട്ടും. അല്ലാതെ ഈ 30% ആൾക്കാർക്ക് കണ്ണൻ്റെ പോലെ മരുന്ന് കഴിച്ചിട്ടും ഇടയ്ക്ക് ഇങ്ങനെ അസുഖം വരാവുന്നത് ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരിൽ നമ്മുടെ അത് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന ഫിറ്റ്സ് എല്ലാം ഒരു തലച്ചോറിൻ്റെ ഒരു ഭാഗത്തു നിന്നാണോ ഒരു ബിന്ദുവിൽ നിന്നാണോ വരുന്നതെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയാണ് എന്ന് വെച്ചാൽ തിരിച്ചു പോയിട്ട് കണ്ണിൻ്റെ സ്കാനൊക്കെ എടുത്ത് MRI സ്കാനൊക്കെ എടുത്ത് നോക്കി ഈ EEGയിൽ കാണുന്ന അതേ അടയാളമാണോ MRIയിലും ഇതിന് കാരണമായിട്ടിരിക്കുന്നത്, നോർമൽ അല്ലാത്ത ഭാഗം അത് തന്നെയാണോ എന്ന് നോക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് തന്നെ ചൂണ്ടുകയാണെങ്കിൽ, അന്ന് മാത്രമല്ല അത് നീക്കം ചെയ്യുന്നത് കൊണ്ട് കണ്ണൻ്റെ ഇപ്പോഴത്തെ ലെവൽ ഓഫ് ഫങ്ഷനിങ്ങിൽ നിന്ന് ഒട്ടും മോശമാവില്ല എന്ന് ഉറപ്പും കൂടി വന്നാൽ
തീർച്ചയായിട്ടും ശസ്ത്രക്രിയ എന്നുള്ള ഓപ്ഷൻ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. അതിന്റെ ഹലോ ഹലോ ചോദിക്കൂ, ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി വിളിക്കുന്നത് രാജേഷ്, തലശ്ശേരിക്കടുത്താണ്. ആട്ടെ. ഡോക്ടർ, എൻ്റെ സുഹൃത്തിന്റെ തലയിൽ ഇടത് ഭാഗത്ത് ഒരു മുഴ ഉണ്ടായിരുന്നു. അത് അകത്താണ്. അപ്പൊ ഇപ്പോഴ് അദ്ദേഹത്തിന് ഇടത് ഭാഗത്തായിട്ട് കവിളിന്റെ ഈ മസിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോവാണ്. അതേപോലെ ടേസ്റ്റ് കുറഞ്ഞു വരുന്നു. കേൾവിയുടെ ഒരു ഇത് കുറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് അപസ്മാരം എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? അത് തലച്ചോറിലെ ആ മുഴയുടെ സ്ഥാനം അനുസരിച്ചിരിക്കും. കൂടുതലും നമ്മുടെ തലച്ചോറിൽ തന്നെ ഏറ്റവും ഉപരിതലത്തിലിരിക്കുന്ന കോശങ്ങൾ, ഗ്രേ മാറ്റർ എന്നൊക്കെ പറയും, ആ ഭാഗത്തിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, അതിനെ ശല്യപ്പെടുത്തുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരടയാളമാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ സാധ്യത കുറവാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. മാഡം പറഞ്ഞോളൂ. ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ചോദിച്ചാട്ടെ. എൻ്റെ ഉമ്മാക്ക് ഒരു വർഷം 10 മാസം മുമ്പ് ബ്രെയിൻ ട്യൂമർ വന്നിട്ട് സർജറി കഴിഞ്ഞു. അതിനുശേഷം നോർമലായിട്ട് വരുകയായിരുന്നു. സംസാരശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇപ്പോ. എന്നതിന് ശേഷം ഇപ്പോ ഒരു മാസം മുമ്പ് ഉമ്മാക്ക് അപസ്മാരം 2 പ്രാവശ്യം വന്നു. അങ്ങനെ 15 ദിവസം മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നതിന് ശേഷം ഇപ്പൊ ഉമ്മ ഒരു മാസമായിട്ട് ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താ ഇപ്പോഴത്തെ സ്ഥിതി? എന്താ ചികിത്സ? ഏത് ഉമ്മ അബോധാവസ്ഥയിൽ വിളിക്കുമ്പോ കോൺഷ്യസ് അല്ല ഉമ്മ. അപ്പൊ പുറമേ നമ്മൾ അപസ്മാരത്തിന്റെ അടയാളമൊന്നും ഇപ്പൊ കാണുന്നില്ല അല്ലേ? ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഗുളിക എറ്റോണ് കഴിക്കുന്നുണ്ട്, ഫ്രീസിയം 10 mg കഴിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് കണ്ണ് തുറക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഉമ്മാന്റെ സ്റ്റേജ് എന്നുള്ളത് അറിയാൻ വയ്യോ മേഡം? കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ സ്കാനും രോഗിയൊന്നും കാണാതെ അത് പറയാനായിട്ട്. പക്ഷെ അപസ്മാരത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം. അപസ്മാരത്തിൻ്റെ ഒരു അടയാളം ഇടയ്ക്ക് പുറമേ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ അതിന് മരുന്ന് കഴിച്ചു, അതിന് നിയന്ത്രണവും വന്നു, എന്നിട്ടും ആളിന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, അതല്ലേ വന്നത്. അപ്പോൾ അതിന് കാരണം അടിസ്ഥാനം അപസ്മാരം മാത്രമായിരിക്കില്ല. അതിന് കാരണമായിട്ടിരിക്കുന്ന ആ അടയാളം, ട്യൂമർ എന്ന് പറഞ്ഞതും അതിന് വേണ്ടി വലിയൊരു ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം കൂടി കാരണമായിരിക്കാം അവരുടെ സ്ഥിതി മോശമായിരിക്കുന്നത്. ഓക്കെ ഡോക്ടർ, വീണ്ടും കോളർ ഉണ്ട്. ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട്. യെസ്, കേൾക്കാം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ എൻ്റെ പേര് ഉമേഷ് ആണ്. എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ ഹലോ ചോദിച്ചോളൂ. ആ കോൾ ഡ്രോപ്പായെന്ന് തോന്നുന്നു. സാധാരണയായിട്ട് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നിയന്ത്രണാതീതമായിട്ട് ഉള്ള കൈകാലിട്ട് ഉള്ള ചലനം, അതിനോടൊപ്പം വായിന്ന് നൊരയും പതയും വരെ. ഇതാണ് സാധാരണയായിട്ട് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന അപസ്മാര ലക്ഷണം. അതല്ലാതെയും ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് ആയിട്ട് പെട്ടെന്ന് ബോധത്തിനൊരു മാറ്റം, ഒരു സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നത് പോലെ, കുഞ്ഞുങ്ങളിലാണെങ്കിൽ ശ്രദ്ധക്കുറവ് പോലെ, പഠന വൈകല്യം, ഇങ്ങനെ വളരെ എവിഡൻ്റായിട്ടും എന്നാൽ വളരെ മൈന്യൂട്ടായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടാം. ഓക്കെ, ഒരു പ്രേക്ഷകയുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താണ് പറയും? എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. മോന് ഇപ്പൊ 5 വയസ്സായിട്ടുണ്ട്. ഇപ്പൊ ഈ 2 വയസ്സ് ആയപ്പോഴാണ് അവന് ഫിക്സ് വന്നത്. പനിയുടെ കൂടെയാണോ? ഇല്ല, പനി ഇല്ലാതെയാണ് വന്നത്. അത് ഒരു 10 സെക്കൻഡൊക്കെ ഉള്ളൂ. അത് ഒരു ദിവസം തന്നെ കുറെ പ്രാവശ്യമായിട്ടാണ് വരുന്നത്. അതിപ്പോ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ അത് നല്ല മാറ്റമുണ്ട്. അപ്പൊ ഈ ഗുളിക കണ്ടിന്യൂ ആയിട്ട് കുടിക്കേണ്ടി വരുമോ? അത് അപസ്മാരം നിയന്ത്രണത്തിന് വിധേയമായാൽ പോലും നമ്മൾ അത് മാറിയെന്ന് വെച്ചിട്ട് പെട്ടെന്ന് നിർത്താൻ പാടില്ല.
കുറച്ച് നാൾ നിരന്തരം കഴിക്കേണ്ടി വരും. ചിലപ്പോൾ 2 തൊട്ട് 3 വർഷം വരെയോ ചിലപ്പോൾ അതിൽ കുറവോ മതിയായിരിക്കാം. അത് ഇപ്പം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറോളജിസ്റ്റിനോടും കൂടി ചർച്ച ചെയ്തിട്ട് വേണം മരുന്ന് പതിയെ കുറച്ച് നിർത്താൻ. അത് പെട്ടെന്ന് നമ്മൾ നിർത്തിയാൽ ഇതിപ്പോൾ വന്നതുപോലെ തിരിച്ചിത് വീണ്ടും വരാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാൻ ഇത് സംശയം ചോദിക്കണേ. എന്റെ പിള്ളക്ക് 3 മാസം പ്രായമായിപ്പോ ഫിക്സ് വന്ന് 3 മാസം പ്രായമായപ്പോ ഇപ്പൊ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ വന്നിട്ടില്ല. അപ്പൊ അവിടെ 5 വയസ്സ് വരെ സൂക്ഷിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ 4 വയസ്സായി. അപ്പൊ ഇതുവരേക്കും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ പ്രായോഗ്യമായി വരുമ്പോഴേക്കും വല്ല അപസ്മാരമായിട്ടൊക്കെ വരുമോ എന്നുള്ളൊരു രീതിയുണ്ട്. അങ്ങനെ നിർബന്ധമില്ല. ഇല്ല, അങ്ങനെ നിർബന്ധമേ ഇല്ല. പലർക്കും 5 വയസ്സിന് താഴെ ചെറുതായിട്ടുള്ള ഫിറ്റ്സിൻ്റെ ലക്ഷണം കാണിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ട് നിരന്തരം മരുന്നിങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അത് വലിയൊരു ശതമാനവും അപസ്മാരത്തിലേക്ക് എത്താറില്ല. ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന രോഗമാണ് അപസ്മാരം? അല്ല അത് ചെറിയ കുട്ടികളിൽ മാത്രം കണ്ടുവരുന്നതാണോ? ഏത് പ്രായത്തിലും കാണാം. പക്ഷേ കൂടുതലും കുട്ടികളിലാണ് ഇത് ഉണ്ടാവുന്നത്. വളരെ പ്രായമായ ആൾക്കാർക്ക് പോലും അപസ്മാരം വരാം. കാരണം മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകുന്ന ഒരു വലിയ ശതമാനം ഉള്ളത് കൊണ്ട് ഏത് പ്രായത്തിലും ഇത് കാണാം. ഓക്കെ, ഒരു പ്രേക്ഷകയുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ചോദിച്ചോളൂ. ഡോക്ടർ, എന്നെ മോന് വേണ്ടിയിട്ടായിരുന്നേ. ചോദിച്ചോട്ടെ. അപ്പൊ മോന് 6 വയസ്സ് വരെയാണ് ഫിക്സ് ഉണ്ടാകുന്നത്. ഇപ്പം അവന് 16 വയസ്സുണ്ട്. അപ്പൊ ഇപ്പം മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത്രയും നാളായിട്ട്. അപ്പൊ ഇടയ്ക്ക് തലയ്ക്കകത്ത് ചെറിയൊരു പെരുപ്പ് പോലെ വരുന്നുണ്ട്. അത് നീ ഇപ്പൊ ഗുളിക കുറയ്ക്കാൻ പറ്റുമോ എന്ന് അറിയാനായിരുന്നു. ശരിക്കും അപസ്മാരം എന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു ഇത് ഇപ്പോൾ വരുന്നുണ്ടോ? അതോ ഇപ്പം ഈ പെരുപ്പ് വരുന്നു എന്നുള്ളത് പണ്ട് വന്നുകൊണ്ടിരുന്ന ഫിറ്റ്സ് തന്നെയാണോ? അതോ ഇത് പുതിയതായിട്ട് പറയുന്നതാണോ? അല്ല, ഇത് വന്നിട്ട് ഇപ്പം 6 വയസ്സിൽ ഉണ്ടായതാണ്. പിന്നെ വന്നിട്ടേ ഇല്ല അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പം പിന്നെ അവസാനമായിട്ട് എപ്പോഴാ വന്നത്? എന്തോ അവസാനമായിട്ട് എപ്പോഴാ വന്നത്? അവസാനമായിട്ട് ഒരു 3-4 വർഷം മുമ്പ് ഉണ്ടായത്. അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഒരു ദിവസം 7 ഗുളിക ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ന്യൂറോളജിസ്റ്റാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരെ പോയി കണ്ടിട്ട് ഇതിന് പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് മരുന്ന് നിർത്തുവാൻ സാധിക്കില്ല. പതിയെ കുറയ്ക്കാൻ സാധിക്കുമോ, അതിന് കൂടുതൽ ടെസ്റ്റുകൾ എടുക്കണോ, ഇത് നമ്മൾ അന്വേഷിക്കണം. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. എന്റെ മകന് 18 വയസ്സാണ്. ഒരു 4 പ്രാവശ്യം ഈ എപ്പിലെപ്സി അറ്റാക്ക് വന്നിരുന്നു. എൻക്രോറ്റെ ക്രോണ 400 2 നേരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതെ. ഇപ്പൊ അവസാനം 6 മാസമായിട്ട് ഇത് എപ്പിലെപ്സി അറ്റാക്ക് വന്നിട്ടില്ല. ഇനി ഇത് വരാനുള്ള സാധ്യതയുണ്ടോ? മരുന്ന് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെന്നറിയാം. പണ്ട് അതായത് ഇപ്പം എപ്പിലെക്സ് ക്രോണോ അല്ലേ കൊടുക്കുന്നത്? എപ്പിലെക്സ് ക്രോണോ 400 2 നേരം കൊടുത്തോണ്ടിരുന്നു. ഇത് കൊടുത്തോണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ 6 മാസമായിട്ട് അസുഖം വരുന്നില്ല. പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ അസുഖം വരാതെ ഇരുന്നിട്ട് മരുന്ന് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് മരുന്ന് കൊടുത്തു തുടങ്ങിയതിന് ശേഷം ഇതുവരെ നിർത്തിയിട്ടില്ല. അപ്പം 6 മാസമേ ആയിട്ടുള്ളൂ താനും. 1 കൊല്ലത്തിനകത്തേ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഉടനെ നിർത്താൻ സാധിക്കില്ല. എന്തായാലും 2 വർഷത്തിന് മേലെ അസുഖം വരാതിരിക്കുമ്പോൾ പതിയെ മരുന്ന് കുറച്ച് നിർത്താൻ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഇത് വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാനായിട്ട് ടെസ്റ്റുകളും കൂടി ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് മരുന്ന് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ EEG എടുക്കുമ്പോൾ EEGയിൽ നോർമൽ അല്ലാത്ത അടയാളങ്ങൾ കണ്ടാൽ ഇത് വരാനുള്ള സാധ്യത ഏറെയാണെന്ന് നമുക്ക് നേരത്തെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ടേ ആ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഇത് ഡോക്ടർ, എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്.
പുള്ളിക്കാരിക്ക് 20 വയസ്സുണ്ട്. 13 വയസ്സുള്ളപ്പോഴാണ് പുള്ളിക്ക് ലാസ്റ്റ് വന്നത്. ഇപ്പൊ ട്രീറ്റ്മെന്റ് 18 വയസ്സായപ്പോഴത്തേക്ക് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പുള്ളിക്കാരുടെ പല്ല് കേടാണ്. അപ്പൊ ആ പല്ലെടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. മരുന്ന് ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇല്ല, മരുന്ന് 2 വർഷമായി കംപ്ലീറ്റ് ചെയ്തു. ഒരു ബുദ്ധിമുട്ടുമില്ല, പല്ലെടുക്കാം. ഓക്കെ. ഈ അപസ്മാരം ബാധിച്ചവർ ചെറുപ്പത്തിലെ ബാധിച്ച് ദീർഘനാൾ മരുന്ന് കഴിച്ച് പിന്നീട് ക്യൂർ ആയവരോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു നോർമൽ ജീവിതം സാധ്യമാണ്, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതമൊക്കെ? തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഒന്ന്, മരുന്നുകൊണ്ട് നിയന്ത്രണം വന്ന ഒരാൾക്ക് വേറെ ഒരു അതിന് തുടർന്നുള്ള പ്രോബ്ലംസ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകത എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ വിവാഹത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അത് ഡോക്ടറോടും കൂടി ഒന്ന് ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഡോക്ടറോട് ചർച്ച ചെയ്യണം. ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെയും ന്യൂറോളജിസ്റ്റിൻ്റെയും കൺസൾട്ടേഷനിൽ ഒരു നോർമൽ പ്രഗ്നൻസിയും സാധ്യമാണ്. അതുപോലെ തന്നെ ഏത് ജോലിയും സാധ്യമാണ്. അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ സ്ഥിരമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന പോലെ അവർക്ക് പ്രത്യേകിച്ച് വിലക്കുകളോ കുറവുകളോ ഇതിന്ന് വൈകല്യങ്ങളോ ഇല്ല. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. മേഡം, എന്റെ കുട്ടിക്ക് 4.5 വയസ്സുണ്ടേ. അപ്പം 4.5 വയസ്സില് ആദ്യം ഒരു 6 മാസമായപ്പോ അവന് ഫിക്സ് ചെറുതായിട്ടുണ്ടായി. അതായത് കണ്ണ് രണ്ടും മിഴിച്ചു വരുന്ന രീതിയിലുണ്ടായി. അതിനുശേഷം പിന്നെ ഈ ഫിക്സ് ഒരു ദിവസം ഒരു 10-20 വട്ടമൊക്കെ ആയിട്ട് വന്നു. ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കുനിച്ച് അങ്ങനെ രീതിയിലായി വന്നത്. പിന്നെ അതിന് മെഡിക്കൽ കോളേജിൽ ESI ഞങ്ങൾ ചികിത്സിച്ച് അതിന് ഫ്രീസിയം പിന്നെ ഒരു 3-4 സൈസ് മരുന്ന് തന്നു. ഇപ്പൊ ഈ 4 കൂട്ടം മരുന്ന് ഇപ്പൊ കഴിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഇപ്പം കൊച്ചിന് ഡെവലപ്മെന്റ് കുറവാണ്. അപ്പൊ അത് ഫിക്സ് ഇപ്പം പൂർണ്ണമായിട്ട് മാറുന്നില്ല ഈ 4 കൂട്ടമായിട്ടും. ലിവറാന്ന് പറഞ്ഞൊരു സിറപ്പുണ്ട്. പിന്നെ അടുത്ത മരുന്നിന്റെ പേര് മറന്നുപോയി. ഇത് എല്ലാം ഭയങ്കര സെഡേഷൻ ഉള്ള മരുന്നാണ്. എല്ലാം കഴിച്ച് കുട്ടിക്ക് ഫിക്സ് പൂർണ്ണമായിട്ട് മാറുന്നില്ല. മാറുന്നതും ഇല്ല, മരുന്നിന്റെ സെഡേഷനും ഉണ്ട് താനും. അപ്പം കൂടുതൽ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. എന്തൊക്കെ MRI സ്കാൻ അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ എടുത്തിട്ടുള്ളതാണോ? അതിനകത്തൊക്കെ എന്താ ഡോക്ടർ പറഞ്ഞിരുന്നത്? ഡോക്ടർ ഇതിനകത്തൊക്കെ കംപ്ലൈന്റ് ഉണ്ട്. ഈ ഫിക്സ് പൂർണ്ണമായിട്ട് മാറിയെങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഫിക്സിന് തരുന്ന മരുന്ന് ഇപ്പം തുടർച്ചയായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 4 വർഷമായിട്ട് ഫിക്സിന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അതെ. ഈ 4 ഐറ്റം ഓരോ പ്രാവശ്യവും നമ്മൾ മരുന്ന് കൂട്ടിക്കൂട്ടി ഇപ്പൊ ആദ്യം ഒരു മരുന്നേ ഉള്ളായിരുന്നു. അതെ, മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ 2 ആയി, പിന്നെ 3 ആയി, ഇപ്പൊ 4 ഐറ്റം മരുന്നാണ് കൊടുക്കുന്നത്. മരുന്ന് തന്നെ കൂട്ടി ഉള്ളതിന്റെ ഡോസ് കൂട്ടുകയും പുതിയ മരുന്നുകൾ ചേർക്കുകയും ഒക്കെ ചെയ്ത് എങ്ങനെയും ഫിറ്റ്സ് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇതുണ്ടാവുന്നതെന്നും കൂടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ ഓൾറെഡി ചെയ്തു എന്ന് പറഞ്ഞു. MRI ചെയ്യാം, EEG തന്നെ ഒരു വിപുലമായിട്ട് ചെയ്യുന്ന വീഡിയോ EEG എന്നൊക്കെ പറയും. അതിലാവുമ്പോൾ ഫിറ്റ്സ് എന്ന് പറഞ്ഞ് കുട്ടി കാണിക്കുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കാം. പിന്നെ വേറെ ബ്ലഡിലെ ടെസ്റ്റുകൾ ചെയ്യാം, എന്തുകൊണ്ടാണിത് നിയന്ത്രണത്തിൽ വരാത്തതെന്ന്. അപ്പോൾ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ടെസ്റ്റുകളും വിശകലനവും ഈ കേസിൽ ആവശ്യമായിരിക്കും. അപ്പം കാണിക്കുന്ന ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് വീണ്ടും പോയിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. സാധാരണയായിട്ട് അപസ്മാരമുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മൈൽ സ്റ്റോണുകൾ അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായൊക്കെ കാണാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഒന്ന്, ഈ അപസ്മാരത്തിന് കാരണമായിട്ടുള്ള അസുഖമായിരിക്കും ഒരു കാരണം. 2, മസ്തിഷ്ക വികാസത്തിൻ്റെ സമയത്ത് മസ്തിഷ്ക കോശങ്ങൾ നോർമൽ ഇല്ലാത്ത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് നോർമലായിട്ടുള്ള മസ്തിഷ്ക വികാസത്തിനെ തന്നെ അത് അമർത്തും, അല്ലെങ്കിൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ പതുക്കെയാവും. ഓക്കെ. ഇതിൻ്റെ ചികിത്സയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സാധാരണ എല്ലാവരും മരുന്ന് കഴിക്കുന്നു എന്നാണ് ഇത്ര നേരം വിളിച്ച് പ്രേക്ഷകരെല്ലാം പറഞ്ഞത്. ഇതിന് മരുന്ന് എന്ന പ്രതിവിധി അല്ലാതെ സർജറി അത്തരം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? തീർച്ചയായിട്ടും. മരുന്ന് ഇപ്പോഴും ആദ്യ പടി മരുന്ന് തന്നെയാണ്. അതായത് അപസ്മാരമായിട്ട് വരുന്നു, നമ്മൾ ആദ്യം
അപസ്മാരമാണെന്ന് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പടി മരുന്ന് തന്നെയാണ്. 60-70% പേര് മരുന്നിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതല്ലാത്ത 30% മരുന്ന് കഴിച്ചാലും അപസ്മാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് ശസ്ത്രക്രിയയുടെ വഴി നോക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഇതിന് കാരണം ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞതുപോലെ മസ്തിഷ്ക കോശങ്ങൾ നോർമലില്ലാത്ത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഈ തരം ആൾക്കാർ, അതായത് മരുന്നിന് പ്രതികരിക്കാത്ത ആൾക്കാരിൽ മിക്കവാറും അത് ഒരു ഫോക്കസ് എന്നായിരിക്കും ഈ നോർമലില്ലാത്ത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോക്കലായിട്ടൊരു ഏരിയ അബ്നോർമൽ ആകുമ്പോൾ, നോർമൽ അല്ലാതെ ആകുമ്പോൾ ആ മസ്തിഷ്ക ഭാഗം നമ്മൾ അപ്പോൾ EEG ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഫിറ്റ്സിൻ്റെ ആരംഭം ഇന്ന ഭാഗത്തുനിന്നാണ്. അത് MRIയിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒന്നെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങൾ കാണാം. ജന്മനാ ഉള്ള ദശകൾ, കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ എന്നൊക്കെ പറയും ആ ഏരിയ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ട്യൂമർ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഏരിയ അവിടെ ഇരിക്കുന്നിടത്തോളം അതാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കിയാൽ അത് ശസ്ത്രക്രിയ കൊണ്ട് നീക്കം ചെയ്താൽ ഒരു 60-70% വരെ ക്യൂർ, അതായത് രോഗവിമുക്തി സാധ്യമാണ്. അതിൽ ഈ രോഗവിമുക്തി എന്ന് പറഞ്ഞാൽ ഫിറ്റ്സ് വരുന്നില്ല എന്ന് മാത്രമല്ല പലരിലും മരുന്നും നിർത്താൻ സാധിക്കും. അത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും സർജറി സാധ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ അപസ്മാരം കൊച്ചിലേ വരുമ്പോൾ മൈൽ സ്റ്റോൺസ് ഡിലേഡ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ അത് ആ മസ്തിഷ്ക വികാസത്തിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയും നമുക്ക് മനസ്സിലാവുകയും അതെല്ലാം ഒരു ബിന്ദുവിൽ നിന്നാണെന്ന് മനസ്സിലാവുകയും അത് അബ്നോർമലാണെന്ന് നമ്മൾ മറ്റ് ടെസ്റ്റുകൾ കൊണ്ട് പ്രൂവ് ചെയ്യുകയും ചെയ്താൽ അത് നീക്കുന്നത് കൊണ്ട് കുട്ടിയുടെ മസ്തിഷ്ക വികാസത്തിനെ, അപസ്മാരം നിയന്ത്രിക്കുക എന്ന് മാത്രമല്ല മസ്തിഷ്ക വികാസത്തിനെ തന്നെ ഹെൽപ്പ് ചെയ്യും. അതായത് എത്ര നേരത്തെ സർജറി ചെയ്യാൻ പറ്റുമോ അത്, അതെ, എത്ര നേരത്തെ ആവുന്നോ അത്രയും നല്ലതാണ് അതിൻ്റെ ഫലം. ഈ സർജറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇതെന്താണെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞു ഉടനെ തന്നെ മരുന്നിനൊന്നും ചെയ്യില്ല. ഫിറ്റ്സ് വരുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വരണം. 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ വരിക. 1 വർഷത്തേക്ക് കണ്ടിന്യൂസ്ലി ഫിറ്റ്സ് ആവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പതിയെ മരുന്ന് കുറയ്ക്കാനും തുടങ്ങും. ഈ സാധാരണയായിട്ട് അപസ്മാരത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപസ്മാര സമയത്ത് താക്കോല് കയ്യിൽ കൊടുത്താൽ അല്ലെങ്കിൽ ഇരുമ്പ് കഷ്ണം കൊടുത്താലൊക്കെ അപസ്മാരം ഭേദമാകും, അത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ. ഇതിലേതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടോ? ഇതിനൊരു ശാസ്ത്രീയമായിട്ട് അതിനൊരു എവിഡൻസ് ഇതുവരെ നമുക്ക് പറയാൻ പറ്റില്ല. ലോജിക്കലി പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഫിറ്റ്സ് വന്നാൽ അത് ഇത്ര ദൈർഘ്യമാണ് ഉണ്ടാവാറ്, മിക്കവാറും സെക്കൻഡുകളേ ഉണ്ടാവാറുള്ളൂ. അപ്പോഴത്തേക്കാണ് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുക, താക്കോല് വയ്ക്കുകയും മറ്റും. അത് അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ തന്നെ പോകുന്നതാണോ അതോ ഇതിന് ശരിയായൊരു ശാസ്ത്രീയ അടിസ്ഥാനം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ എവിഡൻസ് ഇല്ല. കുട്ടികളിലൊക്കെ ഫിറ്റ്സ് വരുന്ന സമയത്ത് എന്തെങ്കിലും ആ സമയത്ത് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, പെട്ടെന്ന് കുട്ടിക്ക് അപായം പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടുന്ന് എടുത്ത് മാറ്റുക. കിടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ കിടത്തി വായിലോ, പ്രത്യേകം അറിയേണ്ടത് വായിലേക്ക് സ്പൂണോ കോലോ കൈയോ വിരലോ ഒന്നും ഇട്ട് പല്ലുകൾ കൂട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തുക. അപ്പം തന്നെ വായിന്നുള്ള സെക്രീഷൻസ് ഒക്കെ പുറത്തേക്ക് പോയിക്കോളും. വസ്ത്രങ്ങളൊക്കെ ഒന്ന് അയച്ചിടുക. എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക. ഫിറ്റ്സ് 5 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യം നിൽക്കുകയാണെങ്കിൽ എങ്ങനെയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക. ദീർഘകാല ചികിത്സ വേണ്ട ഒരു കാര്യമാണെന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പലർക്കുള്ളൊരു സംശയമാണ്, ഈ ഫിറ്റ്സിനൊക്കെയുള്ള മരുന്ന് കഴിച്ചാൽ വേറെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ പലർക്കും ഒരു സംശയമുണ്ട്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഏത് മരുന്നുകൾക്കും ഉള്ളതുപോലെ ഇതിനുമുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ എപ്പോഴും ഉറക്കം വരാം, ക്ഷീണം ഉണ്ടാവാം. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റുകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് വരുന്നുണ്ടോ എന്ന് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിരീക്ഷണത്തിലാവുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പ് കൊണ്ട് അതൊക്കെ നമുക്ക് ഒരളവ് വരെ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഡോക്ടർ, ഇത്രയും നേരം നമുക്ക് വേണ്ടി സംസാരിച്ചതിനും ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിനും. താങ്ക് യു.
മൈ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.